മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ പുഞ്ചപ്പാടം മേഖലയിലെ അപകടവളവ് യാത്രക്കാരുടെ പേടി സ്വപ്നമാകുന്നു. പനയമ്പാടം അപകട പശ്ചാത്തലത്തിൽ പുഞ്ചപ്പാടം അപകടവളവും വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. പലതവണ ഇവിടെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു വർഷം മുമ്പ് ഈ മേഖലയിൽ അപകടത്തിൽ 2 പേർ മരിച്ചിരുന്നു. ഇവിടെ ദിനംപ്രതി എന്നോണം അപകടങ്ങൾ തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു. സംസ്ഥാന പാതാ നവീകരണം ഇഴഞ്ഞാണ് പോകുന്നതെന്നും അശാസ്ത്രീയമായ സർവേയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളതെന്നും നാട്ടുകാർ ആരോപിച്ചു. പ്രദേശത്തെ ജനങ്ങളെയോ മുഴുവൻ ജനപ്രതിനിധികളെയോ സർവേ നടപടികളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മംഗലാംകുന്ന് നിന്നും പുഞ്ചപ്പാടം എത്തുന്നതുവരെ പല വളവുകളും റോഡിലുണ്ട്. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ജനങ്ങൾ ഒന്നടങ്കം സമരവുമായി മുന്നിട്ടിറങ്ങുമെന്നും കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ശ്രീകാന്ത് ചുങ്കത്ത്, മണ്ഡലം വൈസ് പ്രസിഡന്റ് രത്നകുമാർ, വാർഡ് പ്രസിഡന്റ് പ്രമോദ് പി എന്നിവർ പറഞ്ഞു. നിർമ്മാണ രീതിയിലേക്ക് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നിരവധി മരണങ്ങൾ വരെ ഇന്ന് ദിനം പ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുണ്ടൂർ തൂതരെ ഒരു പ്രശ്നമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ മംഗലാംകുന്ന് മുതൽ കൊണ്ട് ഏതാണ്ട് പുഞ്ചപ്പാടം വരെ നിരവധി അതികഠിനമായ അതിരൂക്ഷമായിട്ടുള്ള വളവുകളും കൊടും വളവുകളുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ എത്രയോ വർഷങ്ങളായി ഈ പണി ഇന്ന് ചെയ്യും നാളെ ചെയ്യും അതിന് പൂർത്തീകരിക്കും പറഞ്ഞ് നിൽക്കുന്ന പണികൾ നാളിതുവരെയായിട്ടും പാതി പോലും ആവാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ എത്രയോ അപകടങ്ങൾ നമുക്ക് മുന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളും അതുപോലെ നിലവിൽ നടന്ന അപകടങ്ങളും ഒരുപാടാണ്. അതുകൊണ്ട് സംഭവിക്കുന്ന ഒരുപാട് ആളുകൾ ജീവൻ നഷ്ടപ്പെടുന്നു, ഒരുപാട് ആളുകൾക്ക് അപകടങ്ങൾ സംഭവിക്കുന്നു. ഇതൊരു ശാശ്വത പരിഹാരം ഈ ജനങ്ങളുടെ ആവശ്യമാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇത് നടത്തേണ്ടത് ആരാണ്? ഇതിന് ഉദ്യോഗസ്ഥ വിഭാഗവും അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമാണ്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഇതിനെതിരെ ശക്തമായ നടപടിക്രമമായി മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അങ്ങോട്ട് കയറാൻ വണ്ടികൾ അങ്ങോട്ട് കയറാൻ ഓട്ടോറിക്ഷ പോലും അങ്ങോട്ട് കയറാൻ ഇറങ്ങാൻ പറ്റാത്ത ഒരു പേരാണ്. കൊടും വളവ് അപകട കണ്ടമാനം സംഭവിക്കുന്ന സ്ഥലങ്ങളാണ്. ഇതിനു മുമ്പ് പലപ്പോഴും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ശാശ്വത പരിഹാരമായിട്ട് ഉടനെ എത്രയും വേഗം ഉപേക്ഷ വിചാരിക്കാതെ കണ്ട് റോഡിൻ്റെ പണി തീർക്കുന്നത് അത്യാവശ്യമായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഇത് മാത്രമല്ല, ഈ റോഡ് ഇവിടുന്ന് പോകുന്ന ഒരു കോളനി ഈ റോഡിലേക്കാണ് പോകുന്നത്. ഷാരത്ത് കോളനി എന്ന് പറയും. അവിടേക്ക് ഒരുപാട് ആൾക്കാർ ഇറങ്ങും കയറും ഉപയോഗിക്കുന്ന ഒരു വഴിയാണിത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ശ്രദ്ധിച്ച് ഈ വഴി ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായവും ആവശ്യവും. അതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീകൃഷ്ണപുരത്തിന്റെ സൗഭാഗ്യ വസ്ത്രാലയം, ഭാഗ്യശ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡിന് സമീപം, ശ്രീകൃഷ്ണപുരം.